സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ
എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃദയമാനന്ദിക്കും. നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃദയമാനന്ദിക്കും. സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസത്താൽ കണ്ടിടുന്നു. സൗഭാഗ്യ ജീവിതം വിശ്വാസത്താൽ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവനോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കാൻ ദൈവമേ നീടിയാക്കി ഉറവയ്ക്കായി സ്തോത്രം. നല്ല ദൂതുകൾ ഞങ്ങൾ തന്നനാൽ സ്തുതിക്കുന്നു. അല്പസമയം കൂടെ തിരുസന്നിധി ഞങ്ങളായിരിക്കുന്നു. ദൈവമേ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 30-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. We're going to read Hebrews chapter 11 and verse 30. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിയോ മതിൽ ഇടിഞ്ഞു വീണു. By faith, the walls of Jericho fell after the army had marched around them for 7 days. നേരക്കാലം ദൈവം നമുക്ക് എന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for the great fellowship that He has given us this morning. ലോകത്തിൽ അനേക രാജ്യങ്ങൾ നമ്മളോടൊത്ത് ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്.
അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. I thank God for all those who have joined us in this worship from all parts of the world. May God bless you wherever you are. ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യേ പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓർത്ത് സ്തോത്രം. I thank God for the new people that have joined us this morning. ഫിലദൽഫിയയിൽ നിന്ന് പ്രിയ ജോണും പുഷ്പയും നമ്മുടെ മധ്യമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. From Philadelphia, Brother John and Pushpa is here. May God bless you. ആ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നല്ല സൗഖ്യമില്ലായിരിക്കായിരുന്നു. എന്നാൽ ഇന്ന് പൽക്കാലം കർത്താവ് തന്ന ആശ്വാസത്തിനായി സ്തോത്രം. For the last 2 weeks, I have not been well, but I thank God for the healing that He has given me this morning. നമ്മൾ ചില മാസങ്ങളായിട്ട് എബ്രായ ലേഖനം 11 അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. For some months, we've been thinking through Hebrews chapter 11, വിശ്വാസവീരന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു അധ്യായം. a chapter that is filled by the great men and the great people of faith. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഉത്തരം തരുന്നത് നമ്മുടെ പുതിയ നിയമത്തിലാണ്. When you look at many things that have been said in the Old Testament, the answer for this is in the New Testament. യെരിഹോവിന്റെ കോട്ടയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. We have heard the messages of the walls of Jericho many a time. ഏറ്റവും ഉറപ്പുള്ള ഒരു അതേ കോട്ടയായിരുന്നു യെരിഹോ കോട്ട. It was one of the greatest fort that existed at that time. 5 മൈൽ ചുറ്റളവിലാണ് ആ കോട്ട വളർന്നിരിക്കുന്നത്. And that for the wall surrounded for about 5 miles. എന്നാൽ എങ്ങനെയാണ് ഈ വലിയ കോട്ട ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് എബ്രായ കർത്താവ് മറുപടി പറയുന്നത്. And the response that the writer of Hebrews gives is how this wall or this fort came down. ലോകപ്രകാരം ചിന്തിച്ചാൽ ഈ യെരിഹോ കോട്ടയെ ഇടിപ്പാൻ തക്കോണം സാധ്യമല്ല. When you think through the humanistic view, it is impossible to break this wall down. യോശുവയുടെ പുസ്തകം 6 അധ്യായം മറ്റും നമ്മൾ വായിച്ചു നോക്കിയാൽ അതേ അവർ ചെയ്ത കാര്യങ്ങൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. In Joshua chapter 6, we see exactly what the people of God had done. ആ ഇസ്രായേൽ ജനം അതേ അക്കരെ പ്രവേശിച്ചതിന് ശേഷം യെരിഹോ കോട്ട പിടിച്ചടക്കാൻ തക്കുള്ള ഒരുക്കമാണ്. And after the people of Israel had crossed over the waters, we see them preparing to capture the walls of Jericho. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 5 കൂട്ടം കാര്യങ്ങൾ കാണാൻ കഴിയും. And we see 5 different things when we read that passage. യോദ്ധാക്കൾ മുൻപിൽ നടന്നു എന്ന് വായിക്കും. We see that the young men started to walk in front. കാരണം അവര് മിലിറ്ററിക്കാരാണ്. അവര് ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നു. അവർ മുൻപിൽ കൂടെ നടക്കുന്നു. The soldiers went in the front and they were in the military and they were ahead. അങ്ങനെ നടന്നാൽ എങ്ങനെയാ യെരിഹോ കോട്ട ഇടിഞ്ഞു വീഴുന്നത്? And if you walk in that manner, how will these walls come down? അതിന്റെ പുറകെ പുരോഹിതന്മാർ കാഹളം പിടിച്ചുകൊണ്ട് നടക്കുന്നു. And behind them are the priests that are walking with the trumpets. അത് അങ്ങനെ ചെയ്താൽ എങ്ങനെ യെരിഹോ കോട്ട ഇടിഞ്ഞു വീഴുന്നത്? With that, how will the walls come down? മൂന്നാമത് പെട്ടകം പിടിച്ചുകൊണ്ട് നടക്കുന്നു. Third, you see people carrying the ark. ആ പെട്ടകം പിടിച്ചുകൊണ്ട് നടന്നാൽ യെരിഹോ കോട്ട എങ്ങനെ ഇടിഞ്ഞു വീഴും? How will the walls come down if you're carrying the ark around? 7 ദിവസത്തെ ഇവർ പട്ടണം ചുറ്റി നടന്നു. For 7 days they walked around the city. ആ സമയത്തൊന്നും അത് ഒന്നും സംഭവിച്ചായി കാണാൻ കഴിയില്ല. And we see nothing happen during any of these times. ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ട് എങ്ങനെ യെരിഹോ കോട്ട ഇടിഞ്ഞു വീഴും? Just because you walk around a wall, what would cause that wall to come down? അഞ്ചാമത്തെ വിഷയം ജനം അത്യുച്ചത്തിൽ ആർപ്പെട്ടെന്നാണ് വായിക്കുന്നത്. And we see that with a loud voice the people of God shouted. ഇങ്ങനെയൊന്നും ആർപ്പെട്ടാലൊന്നും യെരിഹോ കോട്ട ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. Based on these voices and sounds, the walls will not come down. എന്നാൽ എങ്ങനെ യെരിഹോ കോട്ട ഇടിഞ്ഞു വീണെന്നുള്ളത് എബ്രായ ലേഖന കർത്താവാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. But it is the writer of Hebrews that reveals how the walls of Jericho came down. അവരിക്കുന്നവർ വിശ്വാസത്താൽ 7 ദിവസം യെരിഹോവിന് ചുറ്റും നടന്നു. യെരിഹോ മതിൽ വീണു. We read that by faith they walked around the walls for 7 days and the walls of Jericho fell. ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്. They have weapons in their hand. എന്നാൽ ഇവരാരും ശത്രുക്കളാരും കാണാത്ത ഒരു ആയുധം അവരുടെ പക്കലുണ്ട്. There are so many weapons that they have that the enemy may not know. ആ ആയുധം എന്ന് പറയുന്നത് വിശ്വാസം എന്ന ആയുധമാണ്. The invisible weapon that they had was the weapon of faith. ഈ മുൻപിൽ നടന്ന മിലിറ്ററിക്കാര് ആ നടന്നത് വിശ്വാസത്താലായിരുന്നു. The soldiers that marched in the front marched by faith. യെരിഹോവിന്റെ മതിൽ ഉറപ്പുള്ള പട്ടണമാണ്. അതവരെ ഭയപ്പെടുത്തിയില്ല. The walls of Jericho is so firm and that did not cause fear in them. ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്ന് ഇക്കരെ നാട്ടിൽ പ്രവേശിപ്പിച്ച് ഇത്രത്തോളം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അത്ഭുതത്തിന്റെ കരം ഇവിടെ കാണാൻ ഇടയാക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പായി. They were firm in the belief that the same hand of God that helped them thus far, that brought them to this place, will continue to help them in this moment. അതേ മിലിറ്ററിക്കാർ നടന്നത് വിശ്വാസത്താലായിരുന്നു. The soldiers marched by faith. പുരോഹിതന്മാർ കാഹളം പിടിച്ചു നടന്നത് വിശ്വാസത്താലായിരുന്നു. The priests carried the trumpet by faith. പെട്ടകം ചുമന്ന് നടന്നത് വിശ്വാസത്താലായിരുന്നു. The way they carried the ark of God was by faith. 7 ദിവസം പട്ടണത്തെ വലയം വെച്ചത് വിശ്വാസത്താലായിരുന്നു. The way they surrounded that city for 7 days was by faith. ജനം ഒന്നിച്ച് ആർപ്പിട്ടത് വിശ്വാസത്താലായിരുന്നു. The way they in unison, the people of God shouted, was by faith. ആ ഒരൊറ്റ ആയുധം കൊണ്ടാണ് യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണത്. And it was by this weapon of faith
that walls of Jericho came down. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. We read like this in 1 John chapter 4 and verse 5. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. And everything that is born of God gains victory over the world. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. But what has won victory over the world is our faith. ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂ. Child of God that lives in this world, only if you have faith in you will you have solutions to the problems you face. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം മഗ്ദലക്കാരത്തി മറിയയും അതേ സഹോദരിമാരും കല്ലറ കാണാൻ കടന്നു നമുക്കറിയാം. On the first day of the week, Mary Magdalene and the other sisters comes to the tomb. അവരൊരു കാര്യം കണ്ടിട്ടാണ് അവർ തിരിച്ചു പോയത്. They saw something and then they left. അതേ ആ കല്ലറയ്ക്കൽ വലിയ ഒരു കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്. There was a stone that was in front of that tomb. ആ കല്ല് ഉരുട്ടി മാറ്റാൻ തക്കൊണ്ട് ഇവരെ കൊണ്ട് അശക്തരാണ്. They are not capable of moving that stone. അതിനെക്കുറിച്ച് അവർ ഇരിക്കുന്നത് അത് വലിയ കല്ലായിരുന്നു. We read that it was a big stone. എങ്കിലും അവര് യാത്ര ചെയ്യാൻ തക്കൊണ്ട് തീരുമാനിച്ചു. Even still they decided to journey forward. അവരുടെ കയ്യിൽ ഒരുക്കിയ സുഗന്ധവർഗ്ഗം കയ്യിലുണ്ട്. They had perfumes in their hands that was prepared. യേശുവിന്റെ സംസ്കാരത്തിന് ശവശരീരത്തിന് വേണ്ടി ചെയ്യേണ്ടതായ എല്ലാ സുഗന്ധവർഗ്ഗങ്ങളും ഇവർ ഒരുക്കിയിട്ടാണ് കടന്നു പോകുന്നത്. All the perfumes that they needed to apply on the body of Jesus, they had prepared and they had brought it with them. എന്നാൽ അവരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. But what causes pain in them was this topic. നമ്മൾ എങ്ങനെ കല്ലറയ്ക്ക് ഉള്ളിൽ കയറും? How will we go inside that tomb? കാരണം അവിടെ വലിയൊരു കല്ലുണ്ട്. Because there is a big stone in front of ഈ it. കല്ലവരെ നൊമ്പരപ്പെടുത്തിയെങ്കിലും അവർ പുറകോട്ട് മാറിയില്ല. While this stone inflicted pain in them, it did not cause them to back off. അവരുടെ യാത്ര ഒറ്റക്കെട്ടോടുള്ള യാത്രയായിരുന്നു. It was a journey in unity that they had. അവർ തമ്മിൽ പറയുന്നൊരു വാചകമുണ്ട്, കല്ലുടെ വാതുക്കുണ്ട്, ആര് കല്ല് നമുക്ക് വേണ്ടി ഉരുട്ടി. And together they say these words, who will remove this stone in front of the tomb for us? നമ്മൾ കാലം ഒരുക്കിയ സുഗന്ധവർഗ്ഗമായി ദൈവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ. Child of God that has prepared perfume with you and you have come into this temple of God. ദൈവത്തെ ആരാധിപ്പാൻ തക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ. Child of God that is prepared to worship your God this morning. ഇന്ന് കാലം നിന്റെ മുൻപിൽ കാണുന്ന വലിയൊരു കല്ലുണ്ട്. There is a stone that you see in front of you. നിന്നെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കല്ലുകളുണ്ട്. There are stones that are inflicting pain in you. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ നൊമ്പരപ്പെടുത്തുന്ന കല്ലുകൾ. There are stones that are causing pain in your health. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടുത്തുന്ന കല്ലുകൾ. There are burdens of your children that are inflicting pain in ജോലി you. സംബന്ധമായ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുത്തുന്ന There കല്ലുകൾ. are problems that are employment related that are affecting you. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ആരാധിപ്പാൻ ഒരുക്കത്തോടാണ് കടന്നു വന്നത്. Even with all of these problems, you have come here prepared to worship your God. എന്നാൽ ഇന്ന് പൽക്കാലം നിന്റെ മുമ്പിൽ ഒരു ചോദ്യം ഉയരട്ടെ. Let there be a question that arises in front of you this morning. ലോകത്തിൽ ഒരു ശക്തി കൊണ്ടും എന്റെ ഈ കല്ല് മാറ്റാൻ തക്കൊണ്ട് സാധ്യമല്ല. There is no power in this world that can remove this stone in front of me. ഇന്ന് പൽക്കാലം നീ വിശ്വാസത്തോടാണ് കടന്നു വന്നതെങ്കിൽ, If you have come here with faith, ഇന്ന് പൽക്കാലം നിന്നെ നൊമ്പരപ്പെടുന്ന ഈ കല്ല് അത് മാറ്റിക്കളയുവാൻ ശക്തനായ ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യത്തിൽ. there is a mighty and powerful God in our midst that is able and strong enough to remove that stone in front of you. നിന്റെ പേരിൽ അത് തുറണ്ടി വരത്തില്ല. You would not have to lay a finger of yours on it. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തനായ ദൈവം ഇന്ന് പൽക്കാലം നിന്നെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കല്ലിനെ മാറ്റുവാൻ ശക്തനായ ദൈവമാണ്. There is an almighty powerful God that is able to remove that stone that's inflicting pain in you. He is able to remove that stone. അവർ അവിടെ കടന്നു ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടു. And when they approached the tomb, they saw that this stone was already removed. ആ കല്ലിന്മേൽ ഒരു ദൂതൻ കയറിയിരിക്കുന്നു. And there is an angel sitting on that stone. ഒരിക്കലും കാണാൻ വയ്യാത്തവണ്ണം ഇതുവരെ നിന്നെ നൊമ്പരപ്പെടുത്തിയ കല്ല് എന്നേക്കുമായി മാറ്റിക്കളയുവാൻ കഴിവുള്ള ദൈവം ഇന്ന് പൽക്കാലം ജീവിക്കുന്ന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let's praise our living God because He is alive and strong enough to move this stone in a way that you would not see it again. ആരാണ് യെരിഹോവിന്റെ മതിൽ ഇടിച്ചത്? Who is it that put the walls of Jericho down? ഇസ്രായേൽ ജനം കനാനിൽ കാല് കുത്തിയതിനു ശേഷം യഹോവ ഇപ്രകാരം പറയുകയുണ്ടായി. When the people of Israel's feet was stepped into the land of Canaan, the God of Israel said like this. ഇസ്രായേൽ ജനത്തെ രണ്ടാം പ്രാവശ്യവും പരിച്ഛേദന ചെയ്യുക. And there is a second circumcision that the people of Israel needs to go to. അവർ നേരത്തെ ഒന്ന് പരിച്ഛേദന ഏറ്റവരാണ്. They had already been circumcised. എന്നാൽ മരുഭൂമിയിൽ ജനിച്ച ജനം വലിയൊരു കൂട്ടമുണ്ട്. There is a great people of God that was born in the desert as they പുതിയ traveled. തലമുറകൾ വന്നിട്ടുണ്ട്. There are new generations that have come. എന്നാൽ ഇവരെല്ലാം ഒന്നുകൂടെ പരിച്ഛേദനയേക്കണം. But they all need
need to be circumcised again. പരിച്ഛേദനയേറ്റവർക്ക് മാത്രമേ എരികോവിലിനെ തകർക്കാൻ തക്കണൊക്കത്തുള്ളൂ. Only those who have received circumcision can put the walls of Jericho down. പരിച്ഛേദന എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നിയമമാണ്. It is the law of God that is circumcision. അത് നീ വിശ്വസിക്കണം. And you need to believe in that. നിന്റെ ഹൃദയത്തിന് ഒരു പരിച്ഛേദന ഉണ്ടായിരിക്കണം. There needs to be a circumcision of your heart that needs to happen. നിന്റെ ഹൃദയത്തിന് സമർപ്പണം There ഉണ്ടായിരിക്കണം. needs to be a dedication of your heart that needs to happen. ആ വിശ്വാസത്തോടെ ആ സമർപ്പണത്തോടെ കടന്നെങ്കിൽ മാത്രമേ എരികോവിലുമായിട്ട് നിനക്ക് പോരാടുവാൻ തക്കൊണ്ട് കഴിയത്തുള്ളൂ. Only with that submission, only with that faith can you conquer the walls of Jericho. അങ്ങനെ ഗിൽഗാലിൽ വെച്ച് അവർ വീണ്ടും പരിച്ഛേദന ഏറ്റു. And in that manner they got circumcised again. ഈ എരികോവിന്റെ അവസ്ഥ നമ്മൾ ഒന്ന് ആലോചിച്ച് Now നോക്കാം. look at the state of Jericho. അതിന്റെ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ When you വായിക്കുമ്പോൾ read chapter 6 and verse 1 on, എരികോവിനെ അടച്ച് ഉറപ്പാക്കിയിരുന്നു. and Jericho was closed and shut. ആരും പുറത്തിറങ്ങിയില്ല, No one went out. ആരും അകത്ത് കയറിയില്ല. No one came in. ഇതാ എരികോവിനെ അടച്ച് ഉറപ്പാക്കിയിരിക്കുകയാണ്. Though Jericho has been securely barred and shut. ആരെയും അകത്തോട്ട് വിടത്തില്ല, No one can come in. ആരും പുറത്തു പോകാൻ No one അനുവദിക്കുന്നില്ല. can get out. ഇന്ന് ഇതുപോലെ ശത്രു മതിൽ കെട്ടിപ്പൊക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. There are walls like this that enemy builds around you these days. ആരെയും പുറത്തിറങ്ങാൻ അനുവദിക്കത്തില്ല. Will not allow anyone to get out. ശത്രു വലിയ മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. The enemy has erected great walls around you. എന്നാൽ അകത്തോറ് കയറി അതേ സുവിശേഷം പറയാന്ന് വിചാരിച്ചാൽ അകത്തോട്ടും കയറ്റത്തില്ല. Yeah, but if you desire to go inside and spread the gospel, you still can't do that. നമ്മുടെ പ്രിയ ജോസി ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. Brother Josie has brought this book. അത് കാണ്ടമാൽ അത് ഉണ്ടായ വലിയ ആ ഉപദ്രവം നമുക്ക് എല്ലാവർക്കും അറിയാം. We know about the great persecution that happened in Andaman. ഒരു ദൈവത്തിന്റെ ദാസൻ അവിടെ കടന്നുപോയി പ്രവർത്തിച്ച് അവരുടെ അവസ്ഥകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. He's brought me a book that describes all of the missionary work that done by this man of God in that island. എത്രയോ ദൈവത്തിന്റെ ദാസന്മാർ കഷ്ടപ്പെടുന്നു. How many people of men of God are suffering? എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർ ഇല്ലാതായി തീർന്നു. How many families are losing their parents? സുവിശേഷത്തിന് പോരാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലളവ് പോലെ വേറൊരു കാലളവ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. In this age where there is persecution against the gospel, there has been no other time such as this. ആരെയും പുറത്തു പോകാൻ അനുവദിക്കത്തില്ല. No one can get out. ആരെയും അകത്ത് കയറാൻ അനുവദിക്കത്തില്ല. No one can come in. എന്നാൽ ഈ മതിൽ ഇന്ന് പലക്കാലം നമ്മൾ ഇടിക്കണം. But this wall, we need to break it. അതെങ്ങനെ ഇടിക്കാൻ തക്കൊണ്ട് കഴിയും? How will we break അത് this? വിശ്വാസത്താൽ മാത്രമേ ഇടിപ്പാൻ തക്കൊണ്ട് കഴിയത്തുള്ളൂ. It can only come down by faith. ഇന്ന് പലക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. Let's praise our Almighty God that's doing great works for us. എരികോവിന്റെ മതിൽ 12 അടി വീതിയിലാണ് അതേ മതിൽ പണിതിരിക്കുന്നത്. The walls of Jericho have a depth of 12 feet. വളരെ ഉയർന്ന മതിലാണ്. And it is one with great height. ആയുധങ്ങൾ ഉണ്ടെങ്കിലും അത് പിടിച്ചെടുക്കാൻ തക്കൊണ്ട് സാധ്യമല്ല. Even with weapons, you cannot capture it. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് പിടിച്ചെടുക്കാൻ തക്കൊണ്ട് കഴിയുള്ളൂ. Only with faith can you capture it. അതേ യോശുവ ഇങ്ങനെ എരികോവിന്റെ അരികിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. Joshua stands at the brink of Jericho. അവൻ ഈ മതിൽ നോക്കി നിൽക്കുകയാണ്. And he is looking at these walls. അവൻ ഒരു കാര്യം നല്ല ഉറപ്പാണ്. He knows this for sure. യോർദാനെ രണ്ടാക്കിയ ദൈവം, The same God that parted Jordan in two. ചെങ്കടൽ രണ്ടാക്കിയ ദൈവം, The same God that parted Red Sea in ഇവിടെ ഒരു two. അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണെന്ന് He is മനസ്സിലായി. the same Almighty God, powerful enough to do a miracle here as താൻ ഈ well. മതിൽ കണ്ടിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ When he was looking at this wall and was discouraged, യഹോവയുടെ ദൂതൻ അവിടെ the പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. angel of God appeared to him. അതേ യോശുവയുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നു. And he comes near Joshua. യോശുവ ഒരു ചോദ്യം ചോദിച്ചു. And Joshua asked this നീ question: ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുവിന്റെ പക്ഷക്കാരനാണോ? Are you with us or are you with the enemy? കടന്നു വന്ന ദൂതൻ പറഞ്ഞു ഞാൻ യഹോവയുടെ പക്ഷക്കാരനാണ്. And the angel of God said, I am on the side of Jehovah. ഈ കടന്നു വന്ന ദൂതൻ പറഞ്ഞതായ ചില വാചകങ്ങളുണ്ട്. The words that the angel said. നീ ഒരു കാര്യം ചെയ്യണം. You need to do something. യെരിഹോവിന്റെ രാജാവിനെയും അവിടുത്തെ ജനത്തെയും ഈ പട്ടണത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. Know that this city, the king and all of the city is now in your hands. അവിടെ ഒരു രാജാവുണ്ട്. There is a king there. അവിടെ ഉയർന്ന മതിലുണ്ട്. There is a great wall there. അവിടെ ജനം താമസിക്കുന്നുണ്ട്. There are people living there. എന്നാൽ ഇതെല്ലാം ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. But all of this I give into your നിന്റെ കയ്യിൽ hands. തന്നേക്കാമെന്നല്ല, Not that I will give it in your ഞാൻ hands. നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. That I have given it to you in your hands. ദാവീദ് യുദ്ധത്തിന് കടന്നു പോയപ്പോൾ When David went to battle, അവൻ
ഗോലിയാത്തിന്റെ വെല്ലുവിളി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. While he was hearing the challenging words of Goliath, ദാവീദ് എങ്ങനെയാണ് കടന്നു ചെന്നത്? how did David go? മിനുസമുള്ള 5 കല്ലുകൾ എടുത്തുകൊണ്ടാണ് ചെല്ലുന്നത്. With 5 shining stones. അവന്റെ കൈ വലിയ ആയുധങ്ങളൊന്നുമില്ല. He does not have great weapons. ഒരു കവണ മാത്രമേ ഉള്ളൂ. He just has this pouch മിനുസമുള്ള 5 കല്ലുകൾ എടുത്തു. and 5 shining stones. ഇത് ഗോലിയാത്ത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. While Goliath is watching this, അവന്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ ജനം പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. while the words of challenge that comes out of the mouth of Goliath caused many people to ഈ backslide. 5 കല്ല് ദാവീദ് തന്റെ പൊക്കണത്തിലിട്ടു. And David takes these 5 stones and puts it in his pouch. ഈ 5 കല്ലുകളും ഗോലിയാത്തിനെ കൊല്ലേണ്ടതായ ആവശ്യമില്ല. He does not need these 5 stones to kill Goliath. ഇതിലേതെങ്കിലും ഒരൊറ്റ കല്ല് മതി. All he needs is one of those stones. ഈ 5 കല്ലുകൾ ദൈവജനത്തിന്റെ കൂട്ടായ്മയെ കാണിക്കുന്നു. 5 stones shows the unity of the people of God. ഈ 5 കല്ലുകൾ എവിടെയാണ് കിടക്കുന്നത്? Where all these 5 stones? ദാവീദിന്റെ പൊക്കണത്തിലാണ് It കിടക്കുന്നത്. is in the pouch of David. ഈ കല്ലുകൾക്കെല്ലാം ആഗ്രഹമുണ്ട്. ഈ ഗോലിയാത്തിനെ തകർക്കാൻ തക്കൊണ്ട് എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. Each one of these stones have a desire. Please use me to kill Goliath. ഇവരെല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. While each one of these stones are praying, ഇതിലേത് കല്ലാണ് ദാവീദ് എടുക്കുന്ന അറിയത്തില്ല. no one knows which of these stones David would reach in and pick. അങ്ങനെ ഇരിക്കുമ്പോഴോ ദാവീദിന്റെ കൈ പൊക്കണത്തിലേക്ക് കടന്നു ചെന്നു. At this moment, David's hands reach into that pouch, അതിലൊരു കല്ലെടുത്തു. and he takes one of those stones, അതേ കവണയിൽ വെച്ചു. and he puts it on his sling. അപ്പൊ മറ്റു കല്ലുകൾ എന്ത് ചെയ്തോണ്ടിരിക്കണം? What are the other stones doing at this അത് time? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. They should be praying at this time. അവന്റെ ഉന്നം പിടക്കില്ലേ? Oh, let the aim not be, let him not lose his aim. എല്ലാ കല്ലുകളുടെ ഒറ്റ ആഗ്രഹമായിരിക്കണം. One unity of desire for these stones, ശത്രു തകരണം. that the enemy should be destroyed. ഏത് കല്ലെടുത്ത് ഉപയോഗിച്ചാലും വേണ്ടില്ല. It does not matter which stone is used. ഞങ്ങൾ ആരെടുത്ത് ഉപയോഗിച്ചാലും Let വേണ്ടില്ല. any one of us be used. എല്ലാവരുടെ ലക്ഷ്യം ശത്രു തകർക്കുകയാണെന്നുള്ളതാണ്. The single aim that the enemy should be put down. ഇന്നത്തെ കല്ലുകളാണ് എന്ത് ചെയ്യും? But what would the stones of today do? കർത്താവേ അവന്റെ ഉന്നം ഒന്ന് പഠിച്ചു പോണേ. Oh, let that aim just move a little bit. എന്നിട്ട് ആ ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിക്കണേ. Then use me in that ministry. അങ്ങനെയുള്ള കല്ലുകളാണ് ഈ കാലത്ത് കാണാൻ കഴിയുന്നത്. Those are the types of stones we see in today's time. എന്നാൽ ഈ കല്ല് ദാവീദിന്റെ കവണയിൽ വെച്ച് എറിയാൻ തക്കൊണ്ട് പോകുകയാണ്. But in this sling, this stone is going to be used to aim at the enemy. ഗോലിയാത്ത് ഈ കാഴ്ച കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു. And Goliath, seeing this sight, he says നീ ഒരു this, നായുടെ നേരെ വരുന്ന പോലാണ് എന്റെ നേരെ are വരുന്നത്. you coming at me like you go against a dog? ഉടനെ ദാവീദ് കൊടുത്ത മറുപടി എന്താ And the അറിയാമോ? response David നീ gives, നിന്നിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. I come to you in the name of the living God of Israel, the one that you have marked, and that's the name that I'm coming against you at. ഗോലിയാത്ത് അനേക ദേവന്മാരുടെ പേര് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. While Goliath is mocking using the names of many gods, ഈ അനേക ദേവന്മാർ അവനുണ്ട്. he has many gods. ആ നാമം എല്ലായിടത്തും ഇവനെ ശപിച്ചു. He's using all of those names and cursing him. അവന്റെ സംസാരം നിർത്തി കഴിഞ്ഞപ്പോൾ When he stopped his words, ദാവീദ് പറഞ്ഞ വാചകം നിങ്ങൾ കുറിക്കൊള്ളുക. look at the words that David used. നീ നിന്നിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. I come to you in the name that you have marked, the name of the living God of Israel. ഇന്ന് ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നല്ല, ഏൽപ്പിക്കും. It's not, he didn't say that God will give you into my hands. He said God has given you me. ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുത്തേക്കുന്നല്ല, കൊടുക്കും. And he did not say that I might give your flesh to the birds of the sky. He said I will give your ശത്രു flesh. പരാജയപ്പെട്ടില്ല. The enemy was not destroyed. പരാജയപ്പെടുന്ന മുമ്പ് വിശ്വാസത്താൽ പരാജയപ്പെടുന്ന കണ്ടു. And before he was destroyed, by faith he saw his enemy will be ഇന്ന് destroyed. പൽക്കാലം ദൈവത്തിന്റെ പൈതലേ, This morning, child of God, നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. let your faith increase. നീ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ While you are praying for a specific topic, ദൈവം എനിക്ക് തന്നു എന്നുള്ള വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. let your faith increase that God has given that to you. Praise the Lord. Praise ഞാൻ God. നമ്മുടെ ബീനാനന്ദിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for Bina Anand. അതേ കഴിഞ്ഞ ദിവസം ആ പ്രിയപ്പെട്ടവർക്ക് ഇവിടുത്തെ കൗണ്ടിയിലെ സ്കൂളിൽ ജോലി ലഭിക്കാനിടയായി. The other day she received a job in the school in this county. അത് അതിന് മുമ്പ് എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. And before that she called me and she എന്നോട് asked me to pray. വിവരങ്ങളെല്ലാം പറഞ്ഞു. And she described everything that happened. അങ്ങളെ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. She said, Uncle, you need to pray for this നിറഞ്ഞ topic. കണ്ണുകളോടെ പ്രാർത്ഥിച്ചു. With tears in my eyes I prayed. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. By faith I prayed. അതെ, ആ ജോലി ലഭിക്കാനിടയായി.
She got that job. ഇന്ന് രാവിലെ പേപ്പറെല്ലാം കൊണ്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്തപ്പോ And when she came this morning for me to sign a number of papers, നിറഞ്ഞ കണ്ണുകളോട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. and I with tears in my eyes, I praised my നീ God. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, When you pray for something നീ ഒരു specific, കാര്യത്തിന് വേണ്ടി ഉന്നം വെക്കുമ്പോൾ, when you aim at something അത് specific, ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. you need to pray with the faith that you have already received it. ഗോലിയാത്ത് ചത്തു വീണില്ല. Goliath has not fallen yet. ദാവീദ് പറയാണ്, ഇന്ന് എന്റെ ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. But David says, today my God will give you into my hands. ഇന്ന് ഇസ്രായേലിന് വലിയ ജയമുണ്ടാകും. There will be a great victory for Israel today. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. Is there a greater God than our God? ഈ ഇസ്രായേൽ ജനം എരികോ പട്ടണം പിടിക്കാൻ പോവുകയാണ്. Now the people of Israel is going to capture Jericho. അവര് അതിരാവിലെ എഴുന്നേറ്റു. They got up early in the morning. അവര് എരികോ പട്ടണം പിടിച്ചേക്കാൻ പോവുകയാണ്. They're about to go capture this നിങ്ങൾ wall. ആ യാത്ര ഒന്ന് ചിന്തിക്കണം. Can you imagine that journey? യോദ്ധാക്കൾ മുമ്പിൽ നടന്നു. The soldiers in the front, രണ്ടാമതായി പുരോഹിതന്മാർ കാഹളം പിടിച്ചുകൊണ്ട് the priests right behind them with trumpets, പെട്ടകം ചുമക്കുന്നവർ നടന്നു. and those that carry the ark right behind them. സാധാരണക്കാരായ ഇസ്രായേൽ ജനം നടന്നു. And the ordinary people of Israel walk. ഒരക്ഷരം മിണ്ടാൻ പാടില്ല. They cannot say a word. അവരാരും മിണ്ടിയില്ല. No, everyone remained silent. നമ്മൾ അറ്റ്ലാന്റ ചർച്ചോളം ജനത്തെ എല്ലാം കൂടാണ് ഈ പാട്ടത്തിന് ചുറ്റും കൂടെ നിർത്തിയിരുന്നെങ്കിൽ If it was the people of the Atlanta Church of God that was around this city, ഈ 7 ദിവസം മിണ്ടർന്നാ പറഞ്ഞിരിക്കുന്നത്. and they say, you've been told you cannot speak for 7 days. നമ്മൾ മിണ്ടാതിരിക്കുവോ? How can we be quiet? എന്തെങ്കിലും ചോദിക്കും, ഹൗ ഡു യു ഡു? You might ask, how are you doing? എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. You're going to say something. എന്നാൽ ഈ ഇസ്രായേൽ ജനം അതേ യോശുവ പറഞ്ഞതനുസരിച്ച് ഫോളോ ചെയ്യുകയാണ്. But following the instructions of Joshua, the people of Israel are quiet. കർത്താവിന്റെ മേശ ഉണ്ടല്ലോ, ഞാൻ മുൻപോട്ട് നിങ്ങട്ട്. Because of the Lord's table, I'm going to move forward. 7-ാം ദിവസം വന്നപ്പോൾ, When it was 7th day, ഈ ദിവസങ്ങളെല്ലാം 5 മൈൽ വെച്ചാണ് ഇവർ യാത്ര ചെയ്യുന്നത്. understand every single day they're walking around 5 miles. ഒന്നും സംഭവിച്ചില്ല. Nothing happened. യെരിഹോവിന്റെ ഒരു കല്ല് പോലും ഇളകിയില്ല. Not even a stone of Jericho moved. എങ്കിലും ഒരു വിശ്വാസത്തിന് പുറകോട്ട് മാറിയില്ല. But their faith did not decrease. അതേ നയമാൻ അതേ കുഷ്ഠരോഗത്തിന് സൗഖ്യമാക്കാൻ എലീശയുടെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ, When Naaman went to Elisha to be healed of his leprosy, 7 പ്രാവശ്യം യോർദാനിൽ പോയി മുങ്ങാൻ പറഞ്ഞു. he was told to go to the river Jordan and go into the waters. ആദ്യം അവന് വലിയ പിറുപിറുപ്പായിരുന്നു. And first he was murmuring about it. അമ്പാനെയും പാർപ്പനും ഇവിടെ ഉള്ളപ്പോൾ അതേ ഈ യോർദാൻ ആ നദിയിൽ കലക്കവെള്ളത്തിൽ എന്നെ മുക്കുന്ന എന്തിനാണ്? Why is it when there's such good water here that you're sending me to this muddy water of Jordan? പറഞ്ഞ വേലക്കാര് പറഞ്ഞ വാചകം എന്തറിയാമോ? And the servant girl said like this, യജമാനൻ ഇതിനേക്കാൾ വലിയൊരു കാര്യം പറഞ്ഞ് നീ ചെയ്യുമായിരുന്നല്ലോ. Oh master, you would have done if I would have told you something ഈ greater. നിസാരമായ കാര്യം പറഞ്ഞാണോ നീ പിറുപിറുക്കുന്നത്? Are you murmuring because I've told you something so simple? അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. Why don't we test this? 6 പ്രാവശ്യം മുങ്ങിട്ട് ഒന്നും സംഭവിച്ചില്ല. After going into the water 6 times, nothing happened. കാര്യം നോക്കുമ്പോ കുഷ്ഠ അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. When he looks, the leprosy is exactly the same. എന്തെങ്കിലും മരുന്ന് വിചാരിച്ച് 7-ാം പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോ, And when he said, let anything happen, and he went down into the waters for the 7th ദൈവത്തിന്റെ time, അത്ഭുതം അവിടെ കാണാൻ ഇടയായി. the miracle of God was seen. ഇന്ന് പലകാലം വിശ്വസിക്കുക ദൈവത്തിന്റെ പൈതലേ. Child of God that believes this morning, ദൈവവചനത്തെ ഫോളോ ചെയ്യാ ദൈവത്തിന്റെ പൈതലേ. child of God that follows the word of ഇന്ന് God, പലകാലം ഇവിടെ ഒരു വിടുതൽ നടക്കാൻ കൊണ്ട് പോവുകയാണ്. God is going to give a deliverance this ഇന്ന് morning. പലകാലം ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ്. There's going to be a solution to your problems this morning. 6 ദിവസം ചുറ്റി നടന്നിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല. After walking around for 6 days, nothing has happened. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം. Pay attention to this passage. 7-ാം ദിവസം അതേ സൂര്യൻ ഉദിക്കുന്ന മുമ്പ് എല്ലാവരും എഴുന്നേറ്റു. Everyone rose up before the sun rose in the morning. 35 മൈൽ യാത്ര ചെയ്തു. They journeyed for 35 miles. എന്ത് ക്ഷീണം അവർക്കുണ്ടാകും. Imagine the tiredness they have. 7 പ്രാവശ്യം ചുറ്റിറക്കിയാണ്. They walked around 7 times. 35 മൈൽ അവർ യാത്ര ചെയ്തു. They journeyed for 35 miles. അവരുടെ ഒറ്റ കാര്യം, അവർക്ക് ഒരു ലക്ഷ്യമായിരുന്നു. They had one aim. ഇവിടെ യെരിഹോവിന്റെ മതിൽ ഇടിയും. The walls of Jericho will fall. ഇത് ശത്രുവിടെ കീഴടങ്ങും. The enemies will surrender. ഇതുവരെ എന്നെ നിന്ദിച്ച പരിഹാസമാകുന്ന മതിൽ ഇപ്പോൾ മാറിപ്പോകും. This wall that has stood against me will be removed. എന്റെ ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും. My God will do a miracle. എന്റെ ദൈവം എന്റെ പ്രശ്നത്തെ പരിഹരിക്കും. My God will solve this എന്റെ problem. ദൈവം എന്റെ ദുഃഖത്തെ മാറ്റും. My God will remove my sadness. എന്റെ ദൈവം എന്റെ കയ്പിനെ മാറ്റും. God will remove my bitterness. ഇന്ന് പലകാലം വിശ്വാസത്താൽ ഏൽപ്പിച്ചു കൊടുക്കുക. If you submit by faith,
ഏഴാം പ്രാവശ്യം ചുറ്റിയപ്പോൾ when they walked around the seventh time, അപ്പൊ അതുവരെ എരിയോന്റെ മതിലൊക്കെ ആൾക്കാർ നിപ്പുണ്ട്. there are people standing on top of that walls. ഒന്നും നടക്കാതെ വന്നപ്പോ അവരൊക്കെ കൂക്ക് വിളിക്കാൻ തുടങ്ങി. They must have been mocking them when nothing was happening. അതൊക്കെ സാധനങ്ങൾ അങ്ങോട്ട് വലിച്ചെറിയാൻ They തുടങ്ങി. may have been throwing rubbish at them. അവരൊന്നും മിണ്ടാൻ പോയില്ല. They didn't say anything. അവരെ പല ചീത്തകൾ വിളിച്ചു കാണും. They might have mocked them many a time. അവരക്ഷരം മിണ്ടില്ല. They didn't say a word. മിണ്ടാതിരുന്ന് ദൈവം ഞാനെന്ന് കണ്ടുകൊള്ളുവീൻ. Be silent and know that he is God. ഏഴാം പ്രാവശ്യം On the seventh time, കാഹളമുതുവീ. they said, blow the trumpet. പുരോഹിതന്മാർ കാഹളമുതി. And the priest blew the trumpet. ജനം ആർപ്പിടുവീ. And Joshua said to the people to shout. ജനം ഒന്ന് ചാർപ്പിട്ടോ. And in unison they shouted. യെരിഹോവിന്റെ മതിലിടിഞ്ഞു വീണു. The walls of Jericho fell. ഇന്ന് പൽക്കാലം ഒരു ഇടിവീഴ് ഉണ്ടാകാൻ പോകുകയാണ്. There is going to be a fall that happens here. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാൻ പോകുകയാണ്. There is going to be a solution to the problems you face. എങ്ങനെ ഇടിഞ്ഞു വീണു? How did it destruct? വിശ്വാസത്താൽ ഇടിഞ്ഞു വീണു. By faith it destructed. യഹോവയുടെ ദൂതൻ എന്താ പറഞ്ഞത്? The angel of God said, രാജാവിനെയും യെരിഹോവിന്റെ രാജാവിനെയും ആ പട്ടണത്തെയും അവിടുത്തെ ജനത്തെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. I have given into your hands the king, the city, and the people of that city. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. Let me say this one ഈ more. 35 മൈൽ ഇവർ യാത്ര ചെയ്യുമ്പോൾ When they were traveling for 35 miles, ഇവരുടെ മുമ്പിൽ ഒരാളുണ്ടായിരുന്നു. there was someone in front of അത് them. ആരായിരുന്നു അറിയാമോ? Do you know who that was? യഹോവയുടെ ദൂതൻ. It was the angel of Jehovah. യഹോവയുടെ ദൂതൻ നിന്റെ വഴികളിൽ നിനക്ക് മുൻപായി യാത്ര ചെയ്യുന്നു. The angel of Jehovah will walk in front of you. അത് യെരിഹോവിന്റെ മതിൽ താമസിക്കുന്നവർ കാണുന്നില്ല. The people of Jericho that are living there do not see എന്നാൽ him. പുരോഹിതന്മാർ ജനമല്ല ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. But the people, the priests, they are seeing the angel. ദൈവത്തിന്റെ ദൂതൻ യാത്ര ചെയ്യുന്നു. The angel of Jehovah is traveling. ഈ 1973 ഇസ്രായേൽ അതേ വലിയ യുദ്ധമുണ്ടായ സന്ദർഭത്തില് In a moment of battle in 1973 that Israel faced, ആദ്യകാലങ്ങളിൽ ഇസ്രായേലിന് വലിയ പരാജയങ്ങൾ ഉണ്ടായി. the people of Israel faced many defeats. എന്നാൽ ശത്രു സൈന്യം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ But when the enemy armies came around അവർ them, നോക്കിയപ്പോൾ ആ ഒരു പർവ്വതത്തിൽ ഒരു മനുഷ്യൻ ഒരു വയസ്സൻ അവിടെ ഇരിക്കുന്നു. and when they saw in the mountain, they saw this old man sitting there. ഇതൊക്കെ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. I'm telling you things that are inscribed in history. ഈ അറബികള് ഈ മനുഷ്യനെ പിടിക്കാൻ തക്ക നടത്തിയെന്നു. The Arabs went to capture this old man. ഈ മനുഷ്യൻ അവിടുന്ന് പോകുന്നില്ല. This man is not moving. ഒരു വയസ്സനായ ഒരു വ്യക്തി An old man sitting അവർ there. ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. And they went and they just grabbed him. പിടിക്കാൻ വേണ്ടിയായിരുന്നു. They wanted to grab പക്ഷെ him. പിടിക്കുക ഒരു കാറ്റായിരുന്നു. When they grabbed him, it was just wind. പിടിക്കാൻ സമ്മതിച്ചില്ല. They were not able to ചരിത്രം catch. പറയുന്നത് ഇങ്ങനെയാണ്. Here's what the history ആ writes. ഒരൊറ്റ സമ്പത്തോട് ഈ അറബികളുടെ ശക്തി ക്ഷയിച്ചു പോയി. With that one event, the strength of the Arabs diminished. നീ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർത്തുകൊള്ളുക. Know this. അതെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങളും പ്രയാസങ്ങളുടെ നടുവിൽ The accidents and problems that come against your life, നീ അറിയാത്ത ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. there is an invisible power that is dealing with you. നമ്മുടെ ഭാഷ മാറ്റിച്ചൊരിയാൻ കഴിഞ്ഞ ദിവസം വലിയൊരു അപകടം ഉണ്ടായി. Pastor Matthew Cherian faced a great accident the other day. ആ വണ്ടി കംപ്ലീറ്റ് ടോട്ടലായി പോയി. His entire car was totaled. അതിനി പണിയാൻ തക്ക നോക്കത്തില്ല. It cannot be repaired. താൻ അതേ തലനാരിയേക്ക് രക്ഷപ്പെട്ട വ്യക്തിയാണ്. And he escaped at the brink of death. നിന്നെ തകർക്കാൻ നോക്കുന്ന ശത്രുവിന്റെ പോരാട്ടം കടന്നു വരുമ്പോൾ The arrows of the enemies that comes to destroy നീ you. അറിയാത്ത ദൈവത്തിന്റെ ദൂതൻ അതേ നീ ഉദ്ദേശിക്കാത്ത നിലയിൽ നിനക്ക് ചുറ്റും വളയം ചെയ്തിട്ടുണ്ട്. In an unexpected way, this angel has surrounded you. ദൈവത്തിന്റെ ദൂതൻ നിന്റെ കൂടെ മുമ്പിൽ യാത്ര ചെയ്യുന്ന കാലത്തോളം As long as this angel is traveling in front of you, നിന്നെ നശിപ്പിക്കാൻ തക്കണ സാധ്യമല്ല. the enemy cannot destroy you. മരണത്തിൽ നിന്നെ വിഴുങ്ങുവാൻ തക്കണ സാധ്യമല്ല. That cannot swallow you up. യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു പിടിക്കുന്നു. Here the walls of Jericho has been destroyed. ജനമകത്തേക്ക് കയറി അത് ജയിപ്പാൻ തക്കണയായി. The people of God went inside, they gained victory. എബ്രായലേഖനത്തിൽ എന്താണ് വായിക്കുന്നത്? Here's what the writer of Hebrews says. വിശ്വാസത്താൽ അവർ യെരിഹോവിന് ചുറ്റും നടന്നു. By faith they walked around the walls of Jericho, യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണു. and the walls of ഇന്ന് Jericho പൽക്കാലം നീ fell. വിശ്വസിക്കുന്നു? Do you believe this? ഇന്ന് പൽക്കാലം നീ ധൈര്യപ്പെടുന്നു? Are you strengthened by this? ഇന്ന് പൽക്കാലം നിന്റെ ഭവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ പോരാട്ടങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. All the ways of the enemies that are working against you in your home is being taken care of by the powerful Almighty God that you have by ഈ faith. വചനങ്ങളാൽ ദൈവം നമ്മെ May അനുഗ്രഹിക്കട്ടെ. God bless you with these എല്ലാവരും words. കരങ്ങൾ ഉയർത്തി കർത്താവിനെ Can you lift your hands and praise God? നമുക്ക് കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കാം. Let's enter into Lord's table. ദേവേശാ യേശു പരാ ജീവനെ നീ God in you, David.